വേണ്ടി അധ്വാനിക്കാൻ ഒരാൾ പുറപ്പെട്ടാൽ ഷെയ്ഖൈനി പ്രായമെത്തിയ കബീറൈനി അങ്ങേയറ്റം പ്രായമെത്തിയ മാതാപിതാക്കളെ തീറ്റി പോറ്റാൻ വേണ്ടി അധ്വാനിക്കാൻ പോവുകയാണെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ് യുദ്ധം ചെയ്യുന്നതിനോട് സമാനമാണ്. ഇനി വഹിൻകാന ഖറജ യസ്ആ അലാ നഫ്സിഹി, ഒരാൾ അവന്റെ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോവുകയാണ്, ഓനെ തന്നെ പോറ്റാൻ വേണ്ടി, അവന് വേണ്ടിയാണ്. മറ്റൊരാളോട് യാചിക്കാതെ സ്വയം അവന്റെ ശരീരത്തെ മറ്റൊരാളെ തൊട്ട് മറ്റൊരുത്തന്റെ മിന്നത്ത് സ്വീകരിക്കാതെ, ഔദാര്യം സ്വീകരിക്കാതെ അവന് തന്നെ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിനോട് സമാനം തന്നെയാണ്, വലിയ പ്രതികളുള്ള കാര്യമാണ്. ഇനി വഹിൻകാന ഖറജ, ഇനി ഒരാൾ അധ്വാനിക്കാൻ പോവുകയാണ്, പുറപ്പെട്ടാൽ അധ്വാനിക്കാൻ വേണ്ടി പുറപ്പെട്ടത് ലോകമാന്യത്തിന് വേണ്ടിയാണ്, ഓന് വേണ്ടി. അവൻ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഞാൻ അധ്വാനിക്കാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ, കണ്ടോ എനിക്ക് എത്ര കാശ് ഞാൻ എന്റെ സ്വത്തൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഒരു അഹങ്കാരത്തിന് വേണ്ടി ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും മുഫാഖറത്തൻ ജനങ്ങൾക്ക് സ്ഥാനമാനത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പോയാൽ അത് പിശാചിന്റെ മാർഗത്തിൽ ഉള്ള പരിപാടിയാണ്. അവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് റമദാൻ മാസം ആയതുകൊണ്ട് എല്ലാം നിർത്തിവെച്ച് അവിടെ ജോലിക്ക് പോയാൽ അതിന് തെറ്റാണ് എന്നൊരിക്കലും മനസ്സിലാക്കാതെ സ്വന്തം മക്കൾക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, അവന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കൽ, അതൊക്കെയും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അങ്ങോട്ട് കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയേക്കാൾ ഏറ്റവും ഖൈർ എന്നാണ് റസൂൽ പറഞ്ഞത്. അവർ സ്വയം മറ്റൊരാളിലേക്ക് കൈ നീട്ടാതെ അധ്വാനിച്ച് അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.